അത് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ്. നമ്മൾ ഓരോ സ്ഥലങ്ങളിലും അതിന് വേണ്ടി നമ്മൾ ടൂർ പോകാറുണ്ട്, യാത്ര പോകാറുണ്ട്, വനങ്ങളും മഴക്കാല യാത്രയൊക്കെ നടത്താറുണ്ട്. പക്ഷേ ഇത് നമ്മളുടെ സ്വന്തം വീട്ടിലായാലോ, അതാണ് ഇന്നിപ്പോൾ ഇവിടെ സത്താർ യാഥാർത്ഥ്യമാക്കി നടത്തുന്ന ഫോറസ്റ്റിഫിക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ന് വൃക്ഷത്തൈ നടൽ ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അധ്യക്ഷയായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് നമ്മളെ ഡെപ്യൂട്ടി തഹസിൽദാർ ശ്യാമള മാഡത്തിനെയാണ്. എന്തായാലും ഇത്രയും ചെറിയ ഒരു സ്ഥലത്ത് മിയാവാക്കി എന്ന് പറയുന്ന ഒരു വനശേഖരം നല്ല വൃത്തിയിൽ നല്ല ഇതിലായിട്ട് ചെറിയൊരു സ്ഥലത്ത് ഇത് ചെയ്തതിന് സത്താറിനൊരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കേണ്ടതാണ്. പിന്നെ അതിനിവിടെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു എൻ്റെ പേരെന്താ രാജേട്ടൻ മഴയത്തും ഓടി നടന്ന് എല്ലാം ചെയ്യുന്നുണ്ട്. സത്താർ വിദേശത്താണ് എങ്കിലും രാജേട്ടൻ്റെ ഒരു പങ്ക് കൂടി പറയാതിരിക്കാൻ വയ്യ. എന്തായാലും ഇങ്ങനെയൊരു സംരംഭം ഇവിടെ ഉണ്ടായതിൽ എങ്ങനെ മിയാക്കി വനങ്ങൾ നമ്മുടെ നാട്ടിലും പറമ്പുകളിലും രൂപപ്പെടുത്തിയെടുക്കാം, അതിൻ്റെ ഭാഗമായിട്ട് സ്വന്തം സ്ഥലത്ത് മിയാക്കി വനങ്ങൾ ഫോറസ്റ്റേഷൻ ചെയ്തുകൊണ്ട് ഉള്ള പരിപാടി കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 3 വർഷം മുന്നേ വരുമ്പോൾ ഇത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ കുറച്ച് വൃക്ഷഫല തൈകളൊക്കെ നട്ടിരുന്നത്. പക്ഷേ ഇന്ന് വന്നപ്പോൾ അങ്ങനെ എന്താ പറയുക, അത്ഭുതപ്പെടുത്തി. കാരണം ഇത് ശരിക്കും ഒരു വനം തന്നെയാണ്. എനിക്ക് ഇങ്ങനെ ഇത് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു വർഷം നഗരത്തിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ പച്ചപ്പിൻ്റെ ഇവിടെ വരുമ്പോൾ ഒരു വലിയ അനുഭവം തന്നെ സമ്മാനിച്ചിട്ടുണ്ട് സത്താർ. അപ്പോൾ ഞാനിങ്ങനെ കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ ചുരുങ്ങിയത് അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ കഴിയാതെ ഞാൻ എൻ്റെ ഫോൺ എടുക്കാറില്ല. കാരണം എനിക്ക് ഇങ്ങനെ നോക്കിയിരുന്ന് കിട്ടുമ്പോൾ ഒരു എനർജിയാണ് അന്നത്തെ എൻ്റെ ദിവസത്തിൻ്റെ ഏറ്റവും ആദ്യം കിട്ടുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നടക്കാനൊക്കെ പോയി വരുമ്പോൾ ആ ദിവസം മുഴുവൻ ഒരു എനർജി കിട്ടുന്നത് ഈ പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് എന്നൊരു തോന്നൽ അന്ന് മുതൽ ഇന്ന് വരെ ഈ നിമിഷം വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും നേരത്തെ മേഡം ഇവിടെ പറഞ്ഞു, നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാക്കാവുന്നൊരു വൈബുകൾ ഇപ്പോൾ നമ്മൾ കണ്ടെത്തേണ്ടത് ഇത്തരത്തിലുള്ള കാഴ്ചകളിലൂടെയാണ്. നമ്മളിലൂടെ നമ്മുടെ പുതുതലമുറയ്ക്ക് നമുക്ക് ചെയ്യാൻ സാധ്യമാവുന്ന രീതിയിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാം എന്നാണ് എനിക്ക് നിങ്ങളോടും എല്ലാവരോടും ആദ്യമേ അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം കാലഘട്ടം വളരെ മലിനമായിക്കൊണ്ടിരിക്കുന്ന രീതിയിലൂടെയാണ് കടന്നു പോകുന്നത്. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം, ഉറവിടത്തിലെ മാലിന്യ സംസ്കരണം കൊണ്ട് മാത്രമൊന്നും ഇതിനൊരു പരിഹാരമാവുകയില്ല. ജനമനസ്സുകളിൽ തന്നെയാണ് ആദ്യം ഒരു ബോധവൽക്കരണം വേണ്ടത്, സ്വയം നമ്മുടെ നാടിനെ അല്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറയെ. ഞങ്ങൾ അതിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ ഭാഗം കാണുമ്പോൾ തോന്നുന്നത് നമുക്കൊരു നല്ലൊരു പ്രകൃതി സ്നേഹിയാണെന്ന് നമുക്ക് മനസ്സിലായി. ആദ്യമേ തന്നെ മോഹൻദാസേട്ടൻ എന്നോട് ഈ ഭാഗത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ആദ്യമായിട്ടാണ് വന്നേക്കണത്. പിന്നെ കൂടെ പറയാനുള്ളത്, ഇങ്ങനെ ഒരു സദസ്സ് മോഹൻദാസേട്ടൻ ഒരുക്കി തന്നതിനും എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. വേറെ കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഒരു കൺസെപ്റ്റാണ് ഇവിടുത്തെ ഈ വനവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പല ഘട്ടങ്ങളിലായിട്ട് പലപ്പോഴുമായിട്ട് കുറേശ്ശെ തൈകൾ വെച്ച് പിടിപ്പിച്ച് ഇത്രത്തോളം ഒരു ഹരിതഭംഗിയിലേക്ക് ഇത് എത്തിക്കാൻ കഴിഞ്ഞതിൽ ഒരു ദിവസത്തെ പരിസ്ഥിതി ദിനാചരണം കൊണ്ട് കഴിയില്ല. അതൊരു നമ്മുടെ ഒരു ലോക പരിസ്ഥിതി ദിനാചരണം എന്നുള്ള നിലയ്ക്ക് നടപ്പാക്കാം എങ്കിൽ കൂടി ഈ പ്രവർത്തനത്തിന് പിന്നിലുള്ള ആ കഠിനാധ്വാനം കാണാതെ കഴിയില്ല. എല്ലാ വനവൽക്കരണ പരിപാടിയായിട്ട് നടന്ന് നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന് പങ്കെടുത്തിട്ടുണ്ട്. അന്ന് കണ്ടതിലും വളരെ എന്താ പറയുക, ശരിക്കും ഒരു കാട് പോലെ തന്നെ ഉള്ള ഒരു അന്തരീക്ഷം സത്താർ ഇതിനകം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇന്ന് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ പരിപാടിയിൽ നന്ദി പറയാനാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവിടെ വന്ന വിശിഷ്ട വ്യക്തികൾക്ക് എല്ലാവർക്കും, സാദിഖിൻ്റെ ഉമ്മയുണ്ട്, പഞ്ചായത്ത് മെമ്പർ, പ്രധാനപ്പെട്ട ഒരുപാട് ആൾക്കാർ വ്യക്തിത്വങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട്